ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പം നമ്മൾ പൂരക്കഞ്ഞി കുടിക്കാൻ പോവാണ് കേട്ടോ. പാറമേക്കാവിൻ്റെ പൂരക്കഞ്ഞി കുടിക്കാൻ പോവാണ്. രണ്ടമ്പലത്തിലുണ്ട് കേട്ടോ, തിരുവമ്പാടിയിലും ഉണ്ട്, പാറമേക്കാവിലും ഉണ്ട്. അപ്പം നമ്മൾ പാറമേക്കാവിൻ്റെ പൂരക്കഞ്ഞിയാണ് കുടിക്കാൻ പോണത്. അപ്പം 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. ഒരു 10:30 ആകുമ്പോഴാണ് നമ്മളിപ്പോൾ പുറപ്പെടുന്നത് കേട്ടോ. അപ്പം നമ്മിനി പൂരക്കഞ്ഞിയുടെ കാഴ്ചകളൊക്കെ കാണാം. അപ്പം നമ്മൾ കാറിൽ പോയിട്ട് അവിടെ നിന്നും പാർക്ക് ചെയ്യാൻ, അമ്പലത്തിൻ്റെ അടുത്തൊന്നും പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ സ്ഥലം കിട്ടിയിരുന്നു. അപ്പം നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോവാണ് കേട്ടോ. നടന്ന് നമ്മളങ്ങനെ കയറി കഴിഞ്ഞാൽ പാറമേക്കാവിൻ്റെ ബാക്ക് സൈഡ് എത്തും. അപ്പം അതിലേക്കൂടെ ഒരു എളുപ്പ വഴിയുണ്ട്. അപ്പം ബാക്ക് സൈഡ് എത്തും അമ്പലത്തിൻ്റെ. അപ്പം നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ. അപ്പോൾ ഡൈനിങ് ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ ഇങ്ങനെ കൊടുത്തു തുടങ്ങിയിരുന്നു. 10 മണിയായപ്പോൾ തന്നെ കൊടുത്തു തുടങ്ങിയിരുന്നു. ഇങ്ങനെ ഓരോ സെറ്റായിട്ട് ഇങ്ങനെ കൊടുക്കും കേട്ടോ. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ടാവും, അടുത്ത സൈഡിൽ കഴിച്ച് കഴിഞ്ഞ് എണീറ്റ് പോകുന്നുണ്ടാവും, അപ്പോഴത്തേക്കും അടുത്ത കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ പാള കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ ആണ് കൊടുക്കുന്നത്. അപ്പം ആദ്യം അവർ നമുക്ക് കഴിക്കാനുള്ള പാത്രം കൊണ്ടുവയ്ക്കും കേട്ടോ. അതായത് പാളയുടെ ഒരു പ്ലേറ്റും കൊണ്ടുവയ്ക്കും. പിന്നെ സൈഡ് ഡിഷൊക്കെ വിളമ്പാനായിട്ട് വേറെ പാത്രം കൊണ്ടുവയ്ക്കും. പിന്നെ നമുക്ക് കഞ്ഞി കോരി കുടിക്കാനായിട്ട് പാളയം കൊണ്ട് തന്നെയുള്ളൊരു സ്പൂണും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആദ്യം കൊണ്ടുവയ്ക്കും കേട്ടോ. കൊണ്ടുവച്ച് പിന്നെ ആണ് വിളമ്പി തുടങ്ങുക. അപ്പം നമ്മൾ കഞ്ഞി വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇതാണ് പാള കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റ്. നല്ല രസമുണ്ടല്ലേ, പാള പ്ലേറ്റ്. പിന്നെ സൈഡ് ഡിഷ് വിളമ്പാനായിട്ടൊരു പാള കൊണ്ട് തന്നെ ഒരു പാത്രമുണ്ട്. പിന്നെ ഇനിയിപ്പം നമ്മൾ കഞ്ഞി കുടിക്കാനുള്ള സ്പൂണുകൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പം തന്നെ അവർ സൈഡ് ഡിഷ് ഇങ്ങനെ വിളമ്പി തുടങ്ങും കേട്ടോ. ആദ്യം മാങ്ങ അച്ചാർ വിളമ്പും, പിന്നെ മാമ്പഴ കൂട്ടാൻ, പിന്നെ നമ്മുടെ മുതിര കൊണ്ടുള്ള പുഴുക്കായിരുന്നു കേട്ടോ. അപ്പം മുതിര പുഴുക്ക് അങ്ങനെ വിളമ്പി പോട്ടോ. പിന്നെ ലാസ്റ്റ് കഞ്ഞി വിളമ്പും. എനിക്ക് സത്യം പറഞ്ഞാൽ കഞ്ഞി അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പം പക്ഷേ ഇങ്ങനൊരു വെറൈറ്റി സംഭവമാണല്ലോ, അപ്പം അതൊരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പം ഞാൻ അവർ വന്നപ്പോൾ അവരങ്ങനെ കേട്ടോ എല്ലായിടത്തും വിളമ്പുന്നത്. അങ്ങനെ ഭയങ്കര കഞ്ഞിവെള്ളം അങ്ങനെ ആയിട്ടല്ല, കുറച്ച് ചോറ് പോലെ തന്നെയാണ് കേട്ടോ വിളമ്പണത്. കുറച്ച് കഞ്ഞിവെള്ളമേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ അവരോട് പിന്നെ പ്രത്യേകം പറഞ്ഞു, എനിക്ക് അധികം ഇങ്ങനെ വെള്ളം വേണ്ട, ചോറ് ആയിട്ട് മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരങ്ങനെ വിളമ്പി തന്നു കേട്ടോ. വെള്ളം അധികം വേണ്ട കേട്ടോ, ഇത്തിരി ഒഴിച്ചാൽ മതി. വെള്ളം കുറച്ച് മതി കേട്ടോ, കുറച്ച് മതി. അപ്പോൾ കഞ്ഞി വിളമ്പി, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂരക്കഞ്ഞിയുടെ വിഭവങ്ങൾ മാമ്പഴ കൂട്ടാൻ, പിന്നെ മുതിരപ്പുഴുക്ക്, പിന്നെ മാങ്ങ അച്ചാർ, കഞ്ഞി, പപ്പടം. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ മാമ്പഴ കൂട്ടാനും കഞ്ഞിയും ഒക്കെ കുടിക്കാനായിട്ട്. അപ്പം നമ്മുടെ പൂരക്കഞ്ഞി സൂപ്പറായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ മാമ്പഴക്കൂട്ടാൻ കൂട്ടിയുള്ള പൂരക്കഞ്ഞി അടിപൊളി ടേസ്റ്റായിരുന്നു. അതിങ്ങനെ നല്ല കട്ടിയിലാണ് കേട്ടോ. വെള്ളരിക്കയും മാമ്പഴം കൂടെ കൂട്ടിയിട്ട് ഉള്ള മാമ്പഴക്കൂട്ടാനായിട്ട് അത് നല്ല കട്ടിയിലാണ്. എത്ര വേണമെങ്കിലും തരും കേട്ടോ. ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമതും മൂന്നാമതും ഒക്കെ വിളമ്പുണ്ടായിരുന്നു. എല്ലാം മാങ്ങാച്ചാറും മാമ്പഴക്കൂട്ടാനും പിന്നെ മുതിരപ്പുഴുക്കും കഞ്ഞിയൊക്കെ എത്ര വേണമെങ്കിലും തരും നമുക്ക്. ഞാൻ പക്ഷേ കുറച്ചേ മേടിച്ചോളൂ. അപ്പം അത് നമ്മളിപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ അത് പ്ലേറ്റ് എടുക്കണം. അപ്പം നമ്മുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്ലേറ്റൊക്കെ എടുത്ത് വേസ്റ്റിൻ്റെ അവിടെ കൊണ്ടിട്ടു. അത് കഴിഞ്ഞ് കൈ കഴിയിട്ട് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ച് സന്തുഷ്ടരായി. ഞങ്ങൾ വന്നപ്പോഴത്ര ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ അതേ നല്ല ക്യൂ ആയി. ഏകദേശം ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ സമയം ആവണല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ക്യൂ ആയി തുടങ്ങി കേട്ടോ. 2-3 വരികളായിട്ട് ക്യൂ ആയി തുടങ്ങി. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ പൂരക്കഞ്ഞി. പാറമേക്കാവിന് 2-3 മണ്ഡപങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോൾ രോഹിണി കല്യാണ മണ്ഡപം, അപ്പുറത്ത് അവിടെയൊക്കെ ഉണ്ട് 2-3 മണ്ഡപങ്ങൾ. അപ്പോൾ അവിടെ എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. പാരലി അവിടെയും കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ രണ്ട് ആനകൾ പൂരമൊക്കെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ക്ഷീണിച്ച് ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണമായിട്ട്. ഇവിടെ ഒരു ആനക്കും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആനകളുണ്ടോ നിറച്ച്. ഇവിടെ 2 ആന, അവിടെ ഒരു ആനയുണ്ട്. ആനകളോട് ആനകളാണ്. പൂരപ്പറമ്പിൽ പിന്നെ ആനകളല്ലാതല്ലേ. ഇവിടെ ആനക്കുട്ടൻ നിൽക്കുന്നുണ്ട്. അതിൻ്റെ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ കുറച്ച് ആനകൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് നമ്മുടെ പകൽപ്പൂരത്തിന് പോയിട്ടുണ്ട്. പകൽപ്പൂരം നടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് തന്നെയാണ് അവിടെ പകൽപ്പൂരം നടക്കുന്നത്. അതിനായിട്ട് ആനകൾ അവിടെ പോയിട്ടുണ്ടാവും. കുറേ ആനകൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പൂരക്കഞ്ഞിയൊക്കെ കുടിച്ച് ആനകളെയൊക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ അവിടെ നോക്കി നിന്ന് ആനയുടെ തലയാട്ടവും നല്ല രസമുണ്ട്. ആനകളെ എത്ര നോക്കി നിന്നാലും നമുക്ക് മതിയാവില്ലല്ലോ. അപ്പോൾ ആനകളുടെ ഒക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് നമ്മളിനി നടന്നിട്ട് വേണം കേട്ടോ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. കുറച്ച് ദൂരമുണ്ട്. കുറച്ച് ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെയൊക്കെ നിറച്ച് പാർക്ക് ചെയ്തേക്കാണ് വണ്ടികൾ. 2 വീലറും 4 വീലറും എല്ലാം പാർക്ക് ചെയ്തേക്കാണ്. ഇനിയിപ്പം നമ്മൾ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ പൂരക്കഞ്ഞിയെക്കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.